ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇവിടത്തെ ന്യൂസിലാൻഡിലുള്ള മഞ്ഞുമല കാണാൻ വേണ്ടി പോവാണ്. പക്കപ്പാപ്പയിലുള്ള മറ്റേ മൗണ്ടൻ. അത് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം പോയിട്ടില്ല, കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം പോയിട്ടുണ്ട്. അപ്പോ ഇപ്പൊ അവിടെ ഓൾറെഡി അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. കാലത്ത് 10 മണിക്കാണ് തുറക്കണത്. അപ്പൊ ഞങ്ങളിപ്പോ ഒരു 8:30 ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഞങ്ങളിപ്പോ ഇന്നലെ വൈകുന്നേരമേ ടോപ്പോയിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത്. അപ്പൊ അവിടെ വന്ന് റെസ്റ്റ് ചെയ്ത് കാലത്ത് അവരെയും കൂട്ടി കാലത്ത് തന്നെ ഇഡ്ഡലിയൊക്കെ കഴിച്ച് ഞങ്ങൾ പോന്നു. അപ്പൊ നമുക്ക് പോണ വഴിയിൽ കാണാൻ പറ്റും മഞ്ഞുമലയില് മഞ്ഞ് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് വിചാരിക്കുന്നത്, അപ്പൊ ഇന്നാണെങ്കിൽ നല്ല കാലാവസ്ഥയാണ്. കാലത്ത് ഞങ്ങൾ നോക്കിയപ്പോ ഒരു 11 മണി നേരത്തൊക്കെ അവിടെ 3 ഡിഗ്രിയാ കാണിക്കണേ. എങ്കിലും നന്നായിട്ട് ഐസ് ഉണ്ട്, മഴയില്ല, ക്ലൗഡി അല്ല. അപ്പൊ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും മഞ്ഞുമലയിൽ പോകുമ്പോൾ ഇച്ചിരി വെയിലുള്ള ദിവസം നോക്കി പോയാൽ മതി. അല്ലെങ്കിൽ ഒന്നാമത്തെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കായിരിക്കും, ടെമ്പറേച്ചർ ഭയങ്കര കുറവായിരിക്കും. -6, -8 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ വെയിലും കൂടി ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് തണുപ്പ് അനുഭവപ്പെടും. അപ്പോൾ ഞങ്ങള് അങ്ങോട്ട് പോവാണ്. അപ്പൊ നമ്മൾ പോണ വഴിയില് നമുക്ക് കാണാൻ പറ്റും മൗണ്ടൻ ഫുള്ള് ഐസ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോ മഞ്ഞ് നല്ല പിരുന്ന് കിടക്കണ നല്ല രസമാണ് കാണാനായിട്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് നമുക്കിങ്ങനെ ഉരുളൊക്കെ ഉരുട്ടാൻ പറ്റും അല്ലെ, നല്ല രസാ. പിന്നെ ഈ ഒരു സമയത്താണ് നമുക്ക് ഇവിടെ ന്യൂസിലാൻഡില് സൗത്ത് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഐസ് മൂടി കിടക്കുകയാണ്. പക്ഷെ നമ്മളിവിടെ നോർത്തിലേക്ക് വരുമ്പോ അത്ര അങ്ങോട്ട് ഐസ് ഒന്നുമില്ല, നല്ല ടെമ്പറേച്ചർ കുറവായിരിക്കും. 0-ലൊക്കെ പോവും ചില സമയത്ത്, പക്ഷെ എന്നാലും ഐസ് അങ്ങനെ ഉണ്ടാവില്ല. ചിലപ്പോ ഇങ്ങനെ മറ്റേ ഈ ആലിപ്പഴം വീഴുന്ന പോലെ അങ്ങനെ കാണാൻ, അല്ലാണ്ട് കുറെ അങ്ങനെ ഉണ്ടാവില്ല. അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനെ ഐസ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആണ് നമുക്ക് ഈ ഒരു വിന്ററില് അവിടെ പക്കപ്പാപ്പ എന്ന സ്ഥലത്ത്. അപ്പോ നല്ല എക്സൈറ്റഡ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഒരു രസമല്ലേ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റാന്ന് വെച്ചാൽ. ചെറുപ്പത്തിലൊക്കെ നമുക്കൊരു ആഗ്രഹം നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോയിട്ട് താമസിക്കണം. ഞാനും എന്റെ ഏട്ടനായാലും, ഞാനൊരു നഴ്സാണ്. അപ്പം നമ്മുടെയൊക്കെ എല്ലാ നഴ്സുമാരുടെയും ഒരു ആഗ്രഹമാണ് നമുക്ക് തണുപ്പുള്ള ഒരു രാജ്യത്ത് പോകണം. നമുക്ക് അതായത് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകണം. എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു തണുപ്പുള്ള ഒരു സ്ഥലത്ത് പോകണം എന്നല്ലേ. നമ്മൾ ബഹ്റൈനിൽ ഉണ്ടായ സമയത്ത് ഏതെങ്കിലും എവിടെയായാലും നമ്മൾ UK ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തായിരുന്നേ. പിന്നെ കറങ്ങി തിരിഞ്ഞ് ദൈവം അനുഗ്രഹിച്ച് നമ്മൾ ന്യൂസിലാൻഡിലെത്തി. അപ്പോ പിന്നെ അതുപോലെ ഐസൊക്കെ തിന്നൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ. അപ്പൊ അതിലൊരു ആഗ്രഹമാണ് നമുക്ക്. നമ്മുടെ നാട്ടില് കാശ്മീരൊക്കെ പോയി കഴിഞ്ഞാല് ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ, പക്ഷെ നമ്മൾ ആരും പോയിട്ടില്ല. ഞാനൊന്നും ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നമ്മൾ മറ്റേ തൃശ്ശൂർ ജില്ല വിട്ട് നമ്മൾ എവിടെ പോയിട്ടുള്ളേ? മൂന്നാറ്, അവിടെയൊന്നും പക്ഷെ നമ്മളിങ്ങനെ ഐസ് കാണുന്നില്ലല്ലോ. പക്ഷെ ഇതൊരു വേറൊരു എക്സ്പീരിയൻസ്. അപ്പൊ നമ്മള് ഇന്നത്തെ യാത്ര നമ്മുടെ സ്ഥലത്ത് താമസിക്കുന്നവര് കുറച്ച് ബുദ്ധിമുട്ടാന്ന് പറയുന്നത്. ഇപ്പൊ ഞങ്ങൾ കേട്ടിട്ടുണ്ട് UK-ല് കാനഡയിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയാനായിട്ടുണ്ട് ഒരുപാട് തണുപ്പായാലും ബുദ്ധിമുട്ടാകാൻ വെച്ചാൽ കാലത്ത് ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ 1 മണിക്കൂർ മുന്നേ റെഡി ആയിട്ട് ഐസ് മാറ്റിയിട്ട് വേണം അവർക്കൊക്കെ പോവാനായിട്ട്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല വിന്ററില്. പക്ഷെ നമ്മുടെ ഇവിടെ സൗത്തിലൊക്കെ നല്ല മഞ്ഞൊക്കെ കാണും. പക്ഷെ നമ്മളിവിടെ നോർത്തിലായതുകൊണ്ട് അത്രയും അങ്ങോട്ട് ബുദ്ധിമുട്ടില്ല. ടെമ്പറേച്ചർ കുറവാണ്, പക്ഷെ എങ്കിലും ഐസ് ഒന്നും മാറ്റി ഡ്യൂട്ടിക്ക് പോകേണ്ട അവസ്ഥ വരില്ല. വണ്ടിയൊക്കെ ഐസ് പിടിച്ചിരിക്കും, പക്ഷെ നമ്മൾ ഇച്ചിരി വെള്ളം കോരി ഒഴിച്ചാല് കുഴപ്പമില്ല. നല്ല തണുത്ത വെള്ളം അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാല് മാറും, പിന്നെ സെറ്റാവും. പിന്നെ നല്ല വെയിലുണ്ട്, വെയിലിന് നല്ല കാഠിന്യമുണ്ട്. നമ്മളിപ്പോ ടെമ്പറേച്ചർ കുറവാന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്രയാ? 2 ഡിഗ്രി എന്നാ കാണിക്കണേ. പക്ഷെ എങ്കിലും ടെമ്പറേച്ചർ കുറവാണെങ്കിലും നല്ല വെയിൽ ഉദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മേത്ത് കുത്തി കയറുന്ന പോലെ, നമുക്കിങ്ങനെ ഒരു കുത്തണ പോലത്തെ ഒരു പുഞ്ചച്ചൂടിന്റെ പോലെ അങ്ങനത്തെ ഒരു വേദന വരും നമുക്ക്. അതുപോലെ ഇച്ചിരി കൂടിയും സൂര്യൻ അടുത്താണെന്ന കേട്ടത്. അതുകൊണ്ട് തന്നെ സ്കിൻ ക്യാൻസർ ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. എപ്പോഴും സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങണം. പക്ഷെ ഞങ്ങൾ ഇടാറില്ല. അങ്ങനെ അപ്പൊ നമുക്ക് പക്കപ്പാപ്പയിലെ മഞ്ഞുമല കാണാൻ പോവാം. അപ്പൊ ഞങ്ങൾ ഏകദേശം പക്കപ്പാപ്പയുടെ അടുത്ത് എത്താറായി, സ്നോ മൗണ്ടിന്റെ അടുത്ത്. അപ്പൊ ഇനി ഒരു 34 മിനിറ്റും കൂടിയാണ് കാണിക്കുന്നത്. 43 കിലോമീറ്റർ ഉണ്ട്, 34 മിനിറ്റും കൂടിയാണ് കാണിക്കുന്നത്. അപ്പൊ പോയി മറ്റേ ഇപ്പൊ നല്ല വെയിൽ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ടെമ്പറേച്ചർ ഒരു 5 ഡിഗ്രി ആട്ടോ. നമ്മൾ ഇറങ്ങിയ പോലെയല്ല, കുറച്ചും കൂടി വെയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചർ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. പോണ വഴി അടിപൊളിയാണ്. അവിടെ 10 മണിക്ക് തുറക്കുള്ളൂ. ഇപ്പൊ ഏകദേശം 9:33 ഒക്കെ ആയി.
അപ്പൊ അതുകൊണ്ട് തന്നെ വഴിയിലൊന്നും തിരക്കൊന്നും കാണില്ല. ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് അടുത്ത് തന്നെ പാർക്കിംഗ് ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ പാർക്കിംഗ് കുറെ അകലെയാണെങ്കിൽ നമ്മള് വണ്ടി ഇട്ടിട്ട് ഒരുപാട് നടക്കേണ്ടി വരും. അപ്പോ അവിടെ ചെന്നിട്ട് ഇത് നോക്കണം. പോണ വഴി നല്ല രസമാണ്. രണ്ട് സൈഡിലും നിറച്ചും മരങ്ങളും ചെറിയ ചെറിയ ഇങ്ങനെ എന്താ പറയാ ഇറക്കം കയറ്റം, ചെറിയ മലകള്. അതുപോലെ നമുക്ക് ഈ പോണ വഴിയിലൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നമ്മള് നമ്മുടെ മഞ്ഞുമല നന്നായിട്ട് മഞ്ഞ് മൂടി കിടക്കണത് നന്നായിട്ട് കാണാൻ പറ്റും നമുക്ക്. അപ്പൊ ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞാൽ നമ്മളവിടെ എത്തുന്നതാണ്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ മഞ്ഞ് മൂടി കിടക്കണത്? പക്ഷെ കുറച്ചും കൂടി ദിവസം കഴിയുമ്പോഴേ നമുക്ക് ഇതിനേക്കാളും മഞ്ഞ് മൂടും. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളത് അതുകൊണ്ട് ഫുള്ള് മഞ്ഞ് മൂടിയിട്ടില്ല അല്ലെ. ആ ടിപ്പ് അവിടേക്കാണ് മഞ്ഞായിട്ടുള്ളൂ. ഇത് പക്ഷെ ഇത് ഇപ്പോഴായാലും നമുക്ക് ആ മൗണ്ടന്റെ മറ്റേ കല്ല് കാണാൻ പറ്റുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ. ശരിക്കും മഞ്ഞ് മൂടി ഇങ്ങനെ പൊതഞ്ഞു കിടക്കും. അത് വേറെ ലെവലാ. പക്ഷെ അതിന്റെ അത്ര ആയിട്ടില്ല. ആ പോണ വഴിയിൽ രണ്ട് സൈഡിലും മഞ്ഞ് കാണും. നമ്മൾ ആ എന്താ പറയാ പാർക്കിങ്ങിന്റെ അറ്റത്ത് വരെ പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. രസല്ലേ? ഇവിടുന്ന് നല്ല വ്യൂ ആയിട്ടാ. നമുക്കിപ്പോ മഞ്ഞുമല കുറച്ചും കൂടി അടുത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. പോയാ ഇപ്പൊ വരും. പക്ഷെ ആ മുകളില് മാത്രമാണ് നല്ലോണം മഞ്ഞായിട്ടുള്ളൂ. അടിയിലേക്ക് അത്രയ്ക്ക് ആയിട്ടില്ല. അപ്പൊ നമ്മള് എത്രത്തോളം നമ്മുടെ പാർക്കിംഗ് ഞങ്ങള് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം വന്നപ്പോ പാർക്കിങ്ങിൽ നിർത്തിയിട്ട് ആ കേറണ ഭാഗം മുതൽ മഞ്ഞായിരുന്നു. ഇപ്പൊ കാണിച്ചു കേട്ടാ ഒരു വ്യൂ. ഇപ്പൊ നല്ല രസമുണ്ട്. നമുക്ക് നല്ല അടുത്തുനിന്ന് നമ്മളെ പോണ വഴിയുടെ റോഡ് സൈഡിൽ തന്നെ മഞ്ഞുമല നിൽക്കണ പോലെ അല്ലേ. പക്ഷെ കണ്ടോ അടിയിലേക്കൊന്നും അത്രയും മഞ്ഞായിട്ടില്ല. മഞ്ഞായി തുടങ്ങുന്നുള്ളൂ. ജനല് തുറന്നിട്ടാലോ കാറ്റുണ്ടാവും. ഒരു 13 കിലോമീറ്റർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളവിടെ എത്താണ് കേട്ടാ. 13 കിലോമീറ്റർ 13 മിനിറ്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ കാണുന്ന മഞ്ഞുമലയിലേക്ക് എത്തും. ആ പോണ സ്ഥലത്തേക്ക് മക്കപ്പാപ്പ വില്ലേജിലേക്ക് എത്താനായിട്ട് ഒരു 6 കിലോമീറ്റർ കൂടി ഉള്ളൂ. പക്ഷെ നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടിയും അവിടെ നിന്നും കുറച്ചും കൂടി പോകാനുണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം ഈ കാണുന്ന മഞ്ഞുമലയുടെ അടുത്ത് എത്താറായി. താഴെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മഞ്ഞുമല ഫുള്ള് ഈ സൈഡ് ഫുള്ള് മഞ്ഞ് വന്ന് മൂടും കുറച്ചും കൂടി ദിവസം കഴിയും. ഇപ്പൊ ജസ്റ്റ് നമ്മുടെ വിന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ മൊത്തത്തില് മഞ്ഞ് വന്ന് മൂട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ബ്ലാക്കുള്ള സ്ഥലം ബ്ലാക്ക് മലയാണ്. അതൊക്കെ വന്ന് മൂടി പോകും. മുകളിലൊന്നായിട്ടുണ്ട്. ഇവിടെ നമുക്ക് അപ്പുറത്ത് റുഹാപ്പേഹ് ഉണ്ട്. റുഹാപ്പേഹ് എന്ന് പറഞ്ഞിട്ടൊരു അഗ്നി പർവ്വതമുണ്ട് ഇവിടെ. അതും മഞ്ഞ് വന്ന് മൂടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഗൊണ്ടോല സർവീസ് ഉണ്ട്. നമുക്ക് ഈ മഞ്ഞുമലയുടെ മുകളിലേക്ക് ഗൊണ്ടോലയിൽ പോയിട്ട് നമുക്ക് അതിന്റെ മുകളിലത്തെ വ്യൂ അവിടെ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ പക്ഷെ അതിന് ഒരാൾക്ക് അഡൽറ്റിന് $49, 15 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് 4 വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ്. പക്ഷെ 4 to 15 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് 16 20 അടുത്ത് അങ്ങനെ എന്തോ ആണ് നമ്മള് ഗൂഗിളിൽ കണ്ടത്. നമുക്ക് നോക്കി നോക്കാം എത്രയാണ്. അതുപോലെ ഫാമിലി പാസ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഒരുപാട് പൈസ നമ്മൾ കയറൂല അല്ലേ. അങ്ങനെ നമുക്ക് പോയി നോക്കി നോക്കാം. ഇപ്പൊ നമുക്ക് അകലേന്ന് കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയില്. എന്തോരം ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഇപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അകലെ വണ്ടികൾ പാർക്ക് ചെയ്തേക്കണത് കാണാൻ പറ്റും. അതുപോലെ വണ്ടികൾ പോണതായിട്ട് കാണാൻ പറ്റും. നമുക്ക് അതിന്റെ അടുത്ത് വരെ പോവാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കണേ. ഒരുപാട് നടക്കേണ്ടി വരില്ല എന്നാണ് പ്രതീക്ഷിക്കണത്. അതിവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. ഒരു തൗഹായ അങ്ങനത്തെ വാട്ടർഫോൾ ഉണ്ട്. അവിടെയാണ് നമ്മൾ പോയത്. വണ്ടിയിലിരുന്നു. ഓക്കെ. ഞങ്ങൾ അതിന് മുന്നേ ഒരു പ്രാവശ്യം അത് ഏത് വാട്ടർഫോൾ ആയിരുന്നു മറന്നുപോയില്ല. എന്നിട്ടായിരുന്നു തരനാക്കി വാട്ടർഫോൾസ്. അതും അടിപൊളിയായിട്ടാ. നല്ലതായിരുന്നു. ഇവിടെ ഇങ്ങനെ കുറെ വലിയ നമ്മുടെ അതിരപ്പള്ളി പോലത്തെ ഒരുപാട് വലിയ വാട്ടർഫോളുകളൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഒരു ചെറിയ
വാട്ടർഫോള്. അത് പക്ഷെ അവർ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് അവിടേക്കുള്ള ട്രാക്കൊക്കെ നല്ല സെറ്റാക്കി ആൾക്കാർക്ക് നടക്കാനായിട്ട്. വെച്ചാൽ ഇവിടെ എല്ലാവരും കാലത്തൊക്കെ ഇങ്ങനെ നടക്കാൻ പോകും, ഒരുപാട് പേര് അല്ലെ, ഒരുപാട് പേര് നടക്കാൻ പോകും. അപ്പൊ അതിനൊരു ട്രാക്കൊക്കെ ഉണ്ടാക്കി. പക്ഷെ അവസാനം ഒരു ചെറിയ അരുവി. അപ്പൊ അത് കാണാനായിട്ട് ഒരു ഇത്. ഇപ്പൊ ആൾക്കാർ അങ്ങനെ പോവില്ലേ നടക്കാനായിട്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ റൈറ്റ് സൈഡില് വക്കപ്പാപ്പ മൗണ്ടൻ, അത് മഞ്ഞുമല നിറഞ്ഞു കിടക്കുന്നു. ലെഫ്റ്റ് സൈഡില് നമ്മുടെ റുഹാബ്, നമ്മുടെ അഗ്നിപർവ്വതം 1000 കൊല്ലങ്ങൾക്ക് ശേഷം പൊട്ടാൻ ഇരിക്കുന്ന അങ്ങനെയാണ് പഠനങ്ങൾ പറയണത്. ഇപ്പോഴും അതിനകത്ത് എന്തൊക്കെയോ തളച്ചു മറയുന്നുണ്ട്. അപ്പം അതും മഞ്ഞ് വന്ന് മൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ട് വരികയായിരുന്നെങ്കിൽ ഇത് ഇവിടെ ഈ സൈഡിൽ നമ്മൾ പോണ സൈഡിലൊക്കെ മഞ്ഞ് വന്ന് മൂടിയേനായിരുന്നു. പക്ഷെ അത്രയും മഞ്ഞായിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് പോയി നമ്മുടെ സ്നോ മൗണ്ടൻ കാണാം. ഇപ്പൊ നമ്മൾ പോകുമ്പോഴുണ്ടല്ലോ 2 സൈഡിലും മറ്റേ പൊക്ക പോലെയാണ്, അപ്പുറത്തും പാറ കെട്ട് നിറഞ്ഞ് ഇരിക്കണം. അതുപോലെ മേഘങ്ങളൊക്കെ നമ്മൾക്കും താഴെ അല്ലെ, മേഘങ്ങളൊക്കെ നമ്മുടെ താഴെയാണ് വന്നിരിക്കണത്. നമ്മളിങ്ങനെ ഒരുപാട് ഹൈറ്റിലെത്തി. അപ്പൊ നമുക്ക് സൈഡിൽ ഇങ്ങനെ കാണാം. ഇപ്പം ആ റൈറ്റ് സൈഡിലാണെങ്കിലും മേഘം നമ്മളിങ്ങനെ താഴെ ഇരിക്കണു അല്ലെ. നല്ല ഭംഗി. 2 സൈഡിലും ഫുള്ള് കല്ലുകളും അതൊക്കെയാണ്. നല്ല ഭംഗിയുണ്ട് പോണ വഴി കാണാനായിട്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോ ഈ വഴി കൂടെ എല്ലാം വന്നേക്കണേ അല്ലേ. വേറെ വഴിയുണ്ടോ ഇനി? വേറെ വഴിയൊന്നും തോന്നുന്നില്ല. കാരണം ഈ വഴി കണ്ട പോലെ നമുക്ക് ഓർമ്മയുണ്ടാവില്ലേ നമ്മൾ ഈ വഴി കൂടെ അന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ സൈഡിലൊക്കെ നമുക്ക് വേണമെങ്കിൽ നിർത്തി ഇങ്ങനെ ഫോട്ടോ എടുക്കാം. ഇപ്പൊ മഞ്ഞുമല ഇപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ കാണാൻ പറ്റും. അപ്പം അതിന്റെ അടുത്ത് അങ്ങനെ ഒരു വ്യൂ കണ്ട് നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ എടുക്കാൻ പറ്റും. ഈ സൈഡിൽ കൂടെ കണ്ടോ, ഈ സൈഡിൽ നമുക്ക് ഇങ്ങനെ മഞ്ഞുമല കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം പിള്ളേരൊക്കെ നല്ല ഉറക്കമായിട്ടാ. കുറച്ച് സമയം എടുത്തു. ഇനിയിപ്പോ ഒരു 2 മിനിറ്റ് 2 കിലോമീറ്ററും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇവിടെ എത്തും. ഇനി ഇങ്ങനെ വണ്ടി ഇങ്ങനെ നമ്മളിങ്ങനെ നല്ല ഹൈറ്റിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണേ അല്ലേ. ഒരുപാട് ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. നമ്മള് ഇങ്ങനെ വണ്ടി ഇങ്ങനെ വഴി കൂടെ കയറി പോകുമ്പോ നമ്മൾ അറിയണില്ല നമ്മൾ എന്തോരം ഹൈറ്റിൽ എത്തിന്ന്. നമ്മളൊരു മൗണ്ടിന് അവിടെ ഇങ്ങനെ വഴി വെട്ടി തെളിച്ച് അവരിങ്ങനെ വഴി ഉണ്ടാക്കി വെച്ചേക്ക അല്ലേ. നല്ല രസമുണ്ട് ഇങ്ങനെ കയറി നല്ല വഴിയൊക്കെ അടിപൊളി. ഇവിടെ എപ്പോഴും പണി നടക്കും. അങ്ങനെ ഇവിടെ വന്ന വഴിക്ക് ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തെറ്റി. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെയല്ല, മഞ്ഞ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ നിൻ്റെ ഏട്ടൻ വണ്ടിയുടെ മുകളിലാണ് ക്യാമറ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, കുറച്ച് മാത്രമേ മഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ ഇറങ്ങി നമ്മൾ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഓക്കെ ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ പതുക്കെ നടക്കാണ്. ക്രിസ്മസ് അപ്പൊ നടന്നു പോണ പോലെ ഉണ്ട് എന്നെ കാണാൻ അല്ലേ. ഇതല്ലോ ചുക്കാടൊക്കെ നമ്മൾ പതുക്കെ ഷൂവിന്റെ പൈസ കിട്ടുന്നു. നമ്മൾ പതുക്കെ എൻട്രൻസിന്റെ അവിടേക്ക് നടക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പാർക്കിങ്ങിന്റെ അവിടെ തുടങ്ങി ഭയങ്കര മഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ നിന്നിട്ടാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. പക്ഷെ അവിടെ ഒന്നും മഞ്ഞില്ല, അറ്റത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ താഴെ മഞ്ഞുണ്ട്. അയ്യോ, ആൾക്കാർ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് ആർട്ടിഫിഷ്യലാക്കി മഞ്ഞുണ്ടാക്കി വെച്ചേക്കുന്ന സ്ഥലത്തൊക്കെയാണ്. അവിടെ പിള്ളേരെ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്കേറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ അതിനുള്ള ഡ്രസ്സും ഷൂവും സ്കേറ്റിംഗ് ബോർഡും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതുള്ളൂ. ഇപ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യലാക്കി മഞ്ഞുണ്ടാക്കി വെച്ചേക്കുന്ന കാരണം കൊണ്ട് തന്നെ ഐസ് പോലെ ഇരുന്നായിരുന്നേ. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പിരിപിരു എന്നുള്ള ഐസൊന്നും കിട്ടുന്നില്ല. നമുക്ക് ഇവിടെ സ്നോമാനൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കൂടാതെ തന്നെ ഭയങ്കര വഴുക്കലായിരുന്നു കേട്ടോ. പിള്ളേരെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പതുക്കെ നടക്കണേ മക്കളെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ ഒരുവിധം എല്ലാവരും പൈസ കൊടുത്തിട്ടാണെങ്കിലും സ്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവിടത്തേക്ക് പിള്ളേർ പിന്നെ ആദ്യമേ ഇതിനൊക്കെ വെൽ ട്രെയിൻഡ് ആയ കാരണം കൊണ്ട് തന്നെ അവർക്കൊന്നും ഒരു കോസ്റ്റലും ഇല്ല. നമുക്ക് നമ്മുടെ പിള്ളേരെ വിടാൻ തന്നെ പേടിയാണ് അങ്ങോട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി നോക്കി എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ അവിടെയൊക്കെ പോയി നോക്കിയായിരുന്നു. പക്ഷെ ഭയങ്കര ഐസാണ് കേട്ടോ അവിടെയൊക്കെ. ഇവിടെ അവിടെ ശരിക്കും മഞ്ഞാവാത്ത കാരണം കൊണ്ട് തന്നെ ഇവിടെ ആർട്ടിഫിഷ്യൽ മഞ്ഞുണ്ടാക്കി വെക്കുന്നത് ഈ സാധനം കൊണ്ടാണെന്ന് തോന്നുന്നു. ആർട്ടിഫിഷ്യൽ മഞ്ഞുണ്ടാക്കി വെക്കുന്നത് ഇവിടെ താഴേക്ക് ഭയങ്കര സ്ലിപ്പറി ആയിട്ട് നമ്മളിങ്ങനെ പോയാൽ ഇങ്ങനെ പോവും, തല തല്ലി വീഴും. ഇതിനുള്ളിലുണ്ടാക്കുന്നില്ല മഞ്ഞ്.
ഇത് പേടിച്ചു പിടിച്ചടക്കണ നല്ല മഞ്ഞുണ്ട് ഇവിടെ നോക്കി നമുക്ക് ഈ താഴത്തെ മഞ്ഞ നമ്മുടെ കൈയൊക്കെ ശരിക്കും നല്ല തണുപ്പ് കിട്ടാൻ ഇതിങ്ങനെ അയ്യോ ഇവിടെയൊക്കെ മഞ്ഞ ഉണ്ടാക്കി വെച്ചേക്കുന്നതാ. മഞ്ഞാണ് പക്ഷെ ഉണ്ടാക്കുന്ന മഞ്ഞാണ്. നല്ല ക്രിസ്റ്റൽ മഞ്ഞ ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് ആർട്ടിഫിഷ്യൽ മഞ്ഞാണ്. അടിപൊളി. പക്ഷെ പിന്നെ നമ്മൾ ഷുക്കും ജൂലാപ്പും പൊന്നൂസും വാവുട്ടിയും എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് കളിച്ചു. ശരിക്കും ഇരിക്കാനുള്ള ബെഞ്ചുകളാണിത്. അതുമൊക്കെ ഐസ് നിറഞ്ഞു. ഷുക്കും ഐസ് വാരി എറിയുന്നുണ്ടായിരുന്നു. വാവുട്ടിയും ജൂലും ഒക്കെ ഉണ്ടാക്കണ എല്ലാ സ്നോമാനും അവനാണ് എല്ലാം പൊട്ടിച്ച് കളയുണ്ടായിരുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ നന്നായിട്ട് തണുക്കുണ്ടായിരുന്നു കേട്ടോ. ഐസ് കുറച്ച് എടുത്ത് കഴിയുമ്പോൾ ഗ്ലൗസൊക്കെ നനഞ്ഞിട്ട് കൈയൊക്കെ നല്ല തണുക്കുന്നുണ്ട്. അങ്ങനെ കൈ തണുത്ത് നന്നായിട്ട് വേദന എടുക്കണുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ മരത്തമ്മത്തെ ഐസൊക്കെ പൊന്നൂസ് പതുക്കെ ഇങ്ങനെ തട്ടിയിടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അതിങ്ങനെ വീഡിയോയിൽ കാണാനായിട്ട്. അതിന് പൊന്നൂസ് ഇങ്ങനെ ഓരോന്നിങ്ങനെ തട്ടിയിടുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളും കുറച്ചു നേരം കളിച്ചു കേട്ടോ. ഇപ്പം ഞാനും ജൂലാപ്പും കൂടി നോക്കുകയാണ് ഞങ്ങളുടെ ഷൂവിൻ്റെ പാടൊക്കെ അവിടെ വരുന്നത്. നല്ല കട്ടിക്കുള്ള ഐസ് ആയതുകൊണ്ട് ആ ഐസൊന്നും നമ്മൾ ഷൂ വെച്ച് തട്ടിയിട്ടൊന്നും പൊട്ടണമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വാവുട്ടി ഒരു ചെറിയ കുഞ്ഞു ബോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഐസ് കൊണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷുക്കു അതൊക്കെ പിടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. വാട്ടിയുടെ കയ്യിൽ വന്നിട്ട് വാട്ടിയാ ജാക്കറ്റിന് $24, ബൂട്ടിന് $10, പിന്നെ ഇവിടെ സ്കേറ്റിങ്ങിന്റെ സാധനത്തിന് പൈസ, പിന്നെ 2 മണി പൈസ, $100. അത് മോളിൽ ചെന്നിട്ട് ഞാൻ ആസൈ എന്നതൈ ഉന്നത ഗൈസ് പക്കാ മുഞ്ചിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഈ വരുന്നതായിട്ട് കൊണ്ടുവരാ. ഇതില് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മോള് വരെ പോയിട്ട് അവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. മുകളിൽ പോയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെയൊക്കെ മഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒട്ടും മഞ്ഞില്ല കേട്ടാ. നമ്മൾ കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് വരേണ്ടതായിരുന്നു. ഇപ്രാവശ്യം വന്നത് പക്ക ഫെയിലിയർ ആയിപ്പോയി. പക്ഷെ ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിന്നിട്ട് കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ ഒന്നുമില്ല, ഒരു മഞ്ഞുമില്ല. അറ്റത്ത് മാത്രം നമ്മൾ ഈ കൊണ്ടുപോലും പോയി കഴിഞ്ഞാൽ അവിടെ അറ്റത്തെത്തി കഴിയുമ്പോൾ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ആർട്ടിഫിഷ്യൽ മഞ്ഞിൻ്റെ സ്ഥലത്ത് നിന്നൊക്കെ ഇറങ്ങി. പിന്നെ കുറച്ച് നേരം നമ്മൾ ഇത്തിരി അങ്ങ് മല കയറാമെന്ന് കരുതി. അപ്പോൾ അതിനിടയിൽ വാവട്ടി മനസ്സൊക്കെ ഭയങ്കരമായിട്ട് കളിച്ച് നടന്നു വരുന്നത്. പക്ഷേ നല്ല രീതിയിൽ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തല കുത്തി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പേടിച്ച് എല്ലാവരും നടന്നേ. പക്ഷേ ഒട്ടും മഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും മഞ്ഞില്ല. എല്ലാ മലകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഇതിനേക്കാൾ മുന്നൊരു പ്രാവശ്യം വന്നപ്പം ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടിക്കെടുക്കായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നേരത്തെ ജോമോൻ പറഞ്ഞ പോലെ ശരിക്കും മൂഞ്ചി പോയിട്ടോ. നമുക്ക് ഭയങ്കര ഒരു ഫെയിലിയർ ആയിരുന്നു. നമ്മൾ എപ്പോഴും വരുമ്പോൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് വന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് മഞ്ഞൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഐസ് ഉണ്ട്, പക്ഷെ എങ്കിലും നമ്മൾ കുറച്ചും കൂടി ഡേഞ്ചറാണ്. നമ്മൾ ഈ നടക്കണ വഴിയെല്ലാം നന്നായിട്ട് അഴുക്കുന്ന കാരണം കൊണ്ട് നമ്മളൊരുവിധം സൂക്ഷിച്ചാണ് നടക്കണേ. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി മുകളിലേക്ക് കയറി നോക്കി. അപ്പം ഇത്രയും കൂടി മഞ്ഞുണ്ട്, എന്നാലും അതിങ്ങനെ പിരുപിരുവെന്നുള്ള മഞ്ഞല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ രസമല്ലേ, നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ ഒരു രസമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു വീഴുമെന്ന് പേടിയുണ്ടെങ്കിലും കയറാനായിട്ട് ആർക്കും മടിയുണ്ടായിരുന്നില്ല. എല്ലാവരും അവരവരുടെ രീതിയിലായിട്ട് എല്ലാവരും ഒരുവിധം മുകളിലോട്ട് ഞങ്ങൾ കയറിപ്പോയായിരുന്നു. പിള്ളേരൊക്കെ എന്തൊക്കെയോ പറഞ്ഞും ചിരിച്ചും, ഞാനൊക്കെ പേടിച്ച് നടക്കണേ. എൻ്റെ നടത്തി കാണുമ്പോൾ തന്നെ അറിയാലോ, ഞാൻ വീഴുന്നു വിചാരിച്ച് പേടിച്ചാൽ നടക്കണേ. പക്ഷെ എവിടെ പോയാലും ഏത് മഞ്ഞിനകത്താണെങ്കിലും തല കുത്തി നിൽക്കുകയാണെങ്കിലും ഡാൻസ് മുഖ്യം ബിഗിലേ. അങ്ങനെ ഞാനും ഡിൻസിയും കൂടി അവിടെ നിന്ന് റീലെടുത്തു. ആ റീൽ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി എങ്കിലും ഞങ്ങൾ അവിടെ നിന്നിട്ടായാലും റീലെടുത്തായിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ച് ഇറങ്ങി പോവാണ്. ഒരു റീലൊക്കെ എടുത്ത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മഞ്ഞ് നിറഞ്ഞിരിക്കുന്നതാണ്.
പക്ഷേ അത്രയും മഞ്ഞുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിഷമായി. പിന്നെ അതുപോലെ അവർ ആർട്ടിഫിഷ്യൽ മഞ്ഞ് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് തന്നെ ഭയങ്കര വഴുക്കല. കയറി പോരാനായിട്ട് നമ്മൾ പതുക്കെ പതുക്കെ കയറി പോന്നു. പക്ഷെ അത്രയും ഈസി അല്ല ഇറങ്ങി പോകാനായിട്ട്. ഈ മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ വാവുട്ടി പൊന്നോ ജുവലെ വീഴാണ്ട് നോക്കണേ. അപ്പം അങ്ങനെ പല തല്ലി വീഴാൻ ചാൻസ് ഉണ്ട്. കല്ലിമേക്ക് അടിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കുന്നു. അപ്പോൾ കുറച്ച് വേണ്ട വാവുട്ടി കല്ലുണ്ടാവും സ്ലൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പഴല്ലോ പാട്ട് താഴ്ത്തുന്നൊക്കെ, പക്ഷെ ഇവിടെയൊക്കെ കണ്ട ഭയങ്കര വഴുക്കല. വേണ്ടാന്ന് താഴ്ത്തെത്തട്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ. ഇവിടെ റോക്ക് ഇല്ലാത്തതിനോടാ ജീന റോക്കുമ്പോ കിടക്കുക അതി കൂടെ. ആ സൈഡിൽ കൂടെ റോക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ആ എത്ര വീഴാൻ പോണെന്നറിയോ? ആ അല്ല ഇത് ശരിക്കും ഉരുക്കണില്ല ജീന. അത്ര മിനുസായിട്ട് കിടക്കുന്നത്. മറ്റേത് അവര് വന്നിട്ട് മറ്റേ ക്രിക്കറ്റ് ആക്കിയിട്ടിടും. പിന്നെ ഇവിടെ ആരും മറ്റേ സാധനം വെച്ചിട്ട് പോണില്ലല്ലോ സീസൺ അല്ലാത്ത കാരണം കൊണ്ട്. ആ നല്ല രീതിയിൽ മഞ്ഞുണ്ട് അല്ലേ. അപ്പൊ നമ്മള് പതുക്കെ ഇറങ്ങാൻ നോക്കണതാ കേട്ടാ. ഭയങ്കര ഡേഞ്ചർ നടത്തിയാണ്. പിള്ളേര് കുറെ നേരം കൊണ്ട് സ്ലൈഡ് ചെയ്യണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും പിടിക്കാം എല്ലാം പിടിക്കാം. എന്റെ കയ്യിലൊരു ലോഡ് സാധനം ഉണ്ട്. ഫസ്റ്റ് തന്നെ വാവട്ടി സ്ലൈഡ് വേണ്ടി പോവാണ്. പക്ഷെ അവിടെ അറ്റത്ത് കല്ലൊക്കെ ഉണ്ട്. എങ്കിലും പിള്ളേർക്ക് ഒരു സന്തോഷത്തിന് അവര് സ്ലൈഡ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്കല്ലോ. പക്ഷെ നന്നായിട്ട് ഐസ് പിടിക്കണം. ഇത് മുകളിൽ ഉണ്ടോ ഗൊണ്ടോല സർവീസ് ഉണ്ട്. അപ്പം അതിൽ പോവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഏറ്റവും മുകളിൽ പോയിട്ട് മഞ്ഞ് കാണാൻ പറ്റും. പക്ഷെ നല്ല പൈസ ചെയ്ത് നമ്മൾ അതിനകത്ത് കയറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് അറ്റ്ലീസ്റ്റ് കേട്ടോ ഒരുപാട് സ്ഥലത്ത് മഞ്ഞുണ്ട്. നമ്മൾ മുകളിൽ പോയപ്പോഴും അത്യാവശ്യം മഞ്ഞുണ്ട്. അപ്പൊ നമ്മള് അവിടെയൊക്കെ ഒരാൾ നിലംപരിച്ചായി വീണതല്ലേ. അപ്പൊ അങ്ങനെ എല്ലാവരും ഞങ്ങള് തിരിച്ചു പോകണം. നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നപ്പം ഇഡ്ഡലിയും സാമ്പാറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കുറച്ച് തണുപ്പ് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഇപ്പം എല്ലാവർക്കും വിശക്കും. അതുപോലെ തന്നെ ഇത്ര നടന്നില്ലേ നമ്മളെ മുകളിലേക്കൊക്കെ കുറച്ച് ടാസ്ക് ആയിരുന്നു നടക്കാനായിട്ട്. അപ്പം അങ്ങനെ നടന്ന കാരണം കൊണ്ട് തന്നെ വിശന്ന് ഒടുങ്ങി. അപ്പം ഇനി പോയി നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാം. കൊച്ചിന് ഓൾറെഡി ഡിൻസി ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. പക്ഷെ നന്നായിട്ട് വിശന്നു. ഇവർക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അപ്പം നമ്മൾ പോയിട്ട് ഇഡ്ഡലി സാമ്പാർ കഴിക്കട്ടെ. അങ്ങനെ മഞ്ഞുമല ഇറങ്ങി വന്ന നല്ല അടിപൊളി ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചോണ്ടിരിക്കാൻ കേട്ടോ. അപ്പൊ ഓരോ പ്ലേറ്റ് കൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും വാരി കൊടുത്തോണ്ടിരിക്കുന്നു. വാരി കൊടുക്കുന്ന ജീനമോള് നല്ല തൊള്ളയുള്ള. നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഒരുമിച്ച് കഴിക്കാൻ സുഖം ഉണ്ടല്ലോ. അടിപൊളിയാണ്. കാശലവില്ല ഒന്നും. കുഞ്ഞുരുള അയ്യോ ഉണ്ണിവാവ കഴിച്ചു. കൊന്നു കഴിച്ചില്ല. ചുക്ക് മാത്രം ഫുഡ് കഴിച്ചിട്ടില്ല. ചുക്കോ ചുക്ക് ഫുള്ള് ചിപ്സ് തിന്നു. ഓ നല്ല സുഖം തോന്നിട്ടാ. അടിപൊളി പൊളിച്ച് അങ്ങനെ മഞ്ഞുമലയൊക്കെ കേറി എന്താ പറയാ ഒരു പകുതി വഴി വരെ ഞങ്ങൾ പോയി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കയറി ഇറങ്ങാനൊക്കെ ആയിട്ട്. എന്നാലും ഞങ്ങള് ഒരുവിധം കയറി കുറച്ച് മഞ്ഞുള്ള സ്ഥലത്തൊക്കെ പോയി. പിള്ളേര് കുറച്ച് സ്നോമാനൊക്കെ ഉണ്ടാക്കി കളിച്ച് തിരിച്ചിറങ്ങി. അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരു ഇൻഫർമേഷൻ. ഇപ്പൊ വരണ്ട എന്നുവെച്ചാൽ പോണ വഴിയും നമ്മള് മുന്നേ കണ്ടേക്കുന്ന മുന്നൊക്കെ വന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും കൊണ്ടോലിൽ കയറിയാൽ മാത്രം മുകളിൽ നിന്നിട്ട് നമുക്ക് നന്നായിട്ട് ഐസ് കാണാം. ഇല്ലെങ്കിൽ മഞ്ഞൊന്നും ഇല്ല, തീരെ ഇല്ല. ടെമ്പറേച്ചർ ഒക്കെ കുറവാണെങ്കിൽ പോലും മഞ്ഞ് കുറവാണ്. മറ്റേ എന്താ പറയാ മഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോ നമ്മളുടെ ഒരു ദിവസത്തെ യാത്ര വെറുതെ ആവും. പക്ഷെ എങ്കിലും നമ്മൾ പോയിട്ട് അവിടെ ബെസ്റ്റ് പോയി നമ്മളൊന്ന് കണ്ട് റീലൊക്കെ എടുത്ത് അങ്ങനെ പോന്നു. അത്രേ ഉള്ളൂ. ഒരു ഫാമിലി ട്രിപ്പ് അങ്ങനെ ഞങ്ങൾ പോയിട്ട് പോന്നു. മഞ്ഞുമല ഇഷ്ടായോ? സൂപ്പർ. ഇപ്പോഴാണോ ഇഷ്ടായത് അതോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊറേ മഞ്ഞിനകത്ത് വന്നപ്പോഴാണോ ഇഷ്ടായത്? കൊറേ മഞ്ഞിനകത്ത് വന്നപ്പോഴാണോ? പൊന്നൂസിനോ? എനിക്ക് രണ്ടും ഇഷ്ടായി. ഇഷ്ടായ? എന്തിട്ട് ചെയ്ത് നിങ്ങൾ അവിടെ? മല കയറി എങ്ങനെയായിരുന്നു? മല കയറാൻ സുഖമായിരുന്നോ?
Hey, വീണാ പോയി. വീഴാണ്ട് സൂക്ഷിച്ച് കയറി പോണം. കാരണം ഭയങ്കര നമ്മള് ഐസും കട്ടയുമ്പോ കൂടെ ഇങ്ങനെ ഐസും കട്ട ഇങ്ങനെ നിരത്തി അതും കൂടെ നടക്കാന്ന് പറഞ്ഞാ ഭയങ്കര കഷ്ടപ്പാടാണ്. ഭയങ്കരമായിട്ട് വഴുക്കും. അപ്പൊ അതൊരു ടാസ്ക് ആയിരുന്നു അല്ലേ? പിന്നെ നിങ്ങൾ സ്നോമാൻ ഉണ്ടാക്കിയാ? ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ ചുക്ക് തല്ലി പിടിച്ചില്ല. മറ്റേ വലിയ വലിയ ബോളുകൾ ഉണ്ടാക്കിയിട്ട് എറിഞ്ഞു കളിക്കലായിരുന്നു അല്ലേ? കൈ വേദന എടുത്ത ഐസ് പിടിച്ചപ്പോ ആ, ഭയങ്കരമായിട്ട് തണുക്കുമ്പോ ഗ്ലൗസ് ഒക്കെ ഇട്ടിരുന്നാലും നമ്മള് കൈ ഐസാവും ഭയങ്കരമായിട്ട് വേദന എടുക്കും. എന്റെ ഏട്ടനോ? എനിക്ക് എല്ലാ പ്രശ്നത്തെ പോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അയ്യമ്മേ. ഞാന് സ്നോമാൻ ഉണ്ടാക്കി. പിന്നെ കുറെ ഫോട്ടോ എടുത്തു. പിന്നെ കുറെ വീഡിയോസ് എടുത്തു. പിന്നെ അധികം നമ്മള് നേരത്തെ പോയത് കൊണ്ട് അധികം തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മൊത്തം ഇപ്പൊ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അതന്നെ. നമ്മളിപ്പോ 12 മണിയാകുമ്പോഴേക്കും നമ്മുടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണം. പിന്നെ നല്ല ഷൂ ഒക്കെ ഇട്ട് വരണം. നമ്മൾ ഈ ഐസിനകത്ത് ഭയങ്കര സ്ലിപ്പറിയാണ്. അതുകൊണ്ട് എന്റെ ഷൂ ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആവുമായിരുന്നു. എന്റെ ഏട്ടൻ അത്ര കുഴപ്പമുണ്ടായില്ല അല്ലേ? കുഴപ്പമില്ല. പക്ഷെ എന്നാലും സൂക്ഷിച്ച് നടക്കണം. നമ്മള് വിചാരിക്കാത്ത സമയത്താണ് പെട്ടെന്ന് സ്ലിപ്പ് ആവുന്നത്. ആ, അതും കല്ലുകളെ ഫുള്ള് മഞ്ഞല്ലല്ലോ, കല്ലുകളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഈ കല്ലുകളുടെ മുകളിലാണ് മഞ്ഞ് വന്ന് മൂടിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് വേണം നടക്കാനായിട്ട്. നമ്മള് മുന്നേ വരുമ്പോ മറ്റേ പൊടി മഞ്ഞാണ്. ആ, അങ്ങനെ പിരുപിരുപിരൂന്നുള്ള അങ്ങനെ കുഞ്ഞു കല്ലുകളായിരുന്നു. മറ്റേ ഇതിന്റെ പേര് വെള്ളാരം കല്ല് പോലത്തെ അങ്ങനത്തെ മഞ്ഞായിരുന്നു. ആ, പക്ഷെ ഇപ്പൊ അങ്ങ് ഐസ് നടക്കണ പോലെ. മഞ്ഞല്ല, ശരിക്കും ഐസും കട്ട ഇങ്ങനെ പായ വരിച്ച പോലെ ഐസും കട്ടയാണ്. അല്ലാണ്ട് പിരുപിരു എന്നുള്ള മഞ്ഞല്ല. അത് കുറച്ചും കൂടി ഡേഞ്ചറാണ്. ഐസും കട്ടയായിരിക്കും. അവര് ചിലപ്പോ പിരിപ്പിരാക്കണതായിരിക്കും. ആ, എല്ലായിടത്തും ഒരേപോലെയൊക്കെ അല്ലേ? മെഷീനിൽ ഇട്ടിട്ട് ഉടച്ചിട്ടാണ് മറ്റേ മീനിന്റെ മുകളിലാണ് ഐസ് പോലെ ആക്കുന്നത്. ഇത് മറ്റേ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കിയിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം മഞ്ഞാണെങ്കിലും ഒരേപോലെ എല്ലാവിടെയും ആക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? ഈ സൈഡ് കണ്ടോ നല്ലോണം മഞ്ഞുണ്ട്. നമുക്ക് പോണ വഴിയിലൊക്കെ നമ്മൾ നല്ല വ്യൂ ആണ്, കാണാൻ നല്ല രസമാണ്. ഇപ്പൊ നമ്മള് കാലത്ത് വരുമ്പോ നല്ല അടിപൊളിയായിരുന്നു. ഇപ്പൊ പക്ഷെ നിറച്ചും പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നവരെല്ലാവർക്കും ബൈ.